നമസ്കാരം, കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഐശ്വര്യ. പ്രധാന വാർത്തകൾ. സംസ്ഥാന കൃഷി വകുപ്പിന്റെ ഓണത്തിനൊരു മുറം പച്ചക്കറി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിന്റെ അധ്യക്ഷതയിൽ മന്ത്രിമാർ ചേർന്ന് പച്ചക്കറി തൈകൾ നട്ടുകൊണ്ട് നിർവഹിച്ചു. എറണാകുളം ജില്ലയിലെ പുതുർക്ക ഗ്രാമപഞ്ചായത്തിന്റെയും പുതുർക്ക കൃഷിഭവന്റെയും നേതൃത്വത്തിൽ GNM-JLGയുടെ ഓണം വിപണി ലക്ഷ്യമാക്കിയുള്ള ബന്ധിപ്പ് കൃഷികളുടെ ഉദ്ഘാടനം നടന്നു. കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയുടെ PG ഡിഗ്രി, PG ഡിപ്ലോമ കോഴ്സുകളിലേക്ക് 2024-25 അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനത്തിനായുള്ള അപേക്ഷാ തീയതി ജൂലൈ 30 വരെ നീട്ടി. സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ടാറ്റ ആഗ് HD 2009 മോഡലിലുള്ള 2 കവേർഡ് ഗുഡ്സ് വാഹനങ്ങൾ നിലവിലെ സ്ഥിതിയിൽ കൊട്ടേഷൻ പരസ്യലേലം വ്യവസ്ഥയിൽ പുനർലേലം ചെയ്തു. റബ്ബർ ബോർഡ് നടത്തുന്ന ത്രിദിന സർട്ടിഫിക്കറ്റ് കോഴ്സ് കോട്ടയത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിങ്ങിൽ NERT വെച്ച് ജൂലൈ 24 മുതൽ 26 വരെ. വാർത്തകൾ വിശദമായി. ഈ വർഷത്തെ കാർഷിക അവാർഡുകൾക്കായുള്ള അപേക്ഷ ക്ഷണിച്ചു. പുതുതായി 4 അവാർഡുകൾ. തിരുവനന്തപുരം. സംസ്ഥാന തലത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലെ കൃഷി വകുപ്പ് നൽകിയിരുന്ന കാർഷിക അവാർഡുകൾക്ക് പുറമെ പുതുതായി 4 അവാർഡുകൾ കൂടെ ഉൾപ്പെടുത്തി. ആകെ 41 അവാർഡുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കാൻ കൃഷി വകുപ്പ് തീരുമാനിച്ചു. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയും ആദ്യ മന്ത്രിസഭയിലെ കൃഷി വകുപ്പ് മന്ത്രിയുമായിരുന്ന ശ്രീ C അച്യുത മേനോന്റെ പേരിൽ കാർഷിക മേഖലയിലെ മികച്ച പ്രവർത്തനം നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നൽകുന്ന ശ്രീ C അച്യുത മേനോൻ സ്മാരക അവാർഡ്, മികച്ച കാർഷിക ഗവേഷണത്തിന് നൽകുന്ന MS സ്വാമിനാഥൻ അവാർഡ്, അതാത് വർഷങ്ങളിൽ കൃഷി വകുപ്പിന്റെ പ്രത്യേക പദ്ധതികൾ 2023 മില്ലറ്റ് പദ്ധതി മികവോടെ നടപ്പിലാക്കിയ കൃഷിഭവനു നൽകിയ അവാർഡ്, കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള വ്യക്തിക്ക് നൽകുന്ന അപേക്ഷകൾ അതായത് കൃഷിഭവനങ്ങളിൽ സ്വീകരിക്കുന്നതായിരിക്കും. കൃഷിഭവനിൽ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 25/7/2024 ആണ്. കൃഷിഭവനും പഞ്ചായത്തിനും കർഷകരെ വിവിധ അവാർഡുകൾക്കായി നാമനിർദ്ദേശം ചെയ്യാവുന്നതാണ്. ഷോണി സംരക്ഷണ അവാർഡിനുള്ള അപേക്ഷകൾ അതായത് ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസുകൾക്കും, കർഷക ഭാരതി അവാർഡിനുള്ള അപേക്ഷകൾ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസ്. സംസ്ഥാന കൃഷി വകുപ്പിന്റെ ഓണത്തിനൊരു മുറം പച്ചക്കറി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിന്റെ അധ്യക്ഷതയിൽ മന്ത്രിമാർ ചേർന്ന് പച്ചക്കറി തൈകൾ നട്ടുകൊണ്ട് നിർവഹിച്ചു. സെക്രട്ടേറിയറ്റ് അങ്കണത്തിലെ ഉദ്യാനത്തിൽ 11/7/2024 രാവിലെ 11:30 മണിക്കാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നത്. ചടങ്ങിൽ മന്ത്രിമാരായ K രാജൻ, റോഷി അഗസ്റ്റിൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, KN ബാലഗോപാൽ, R ബിന്ദു, K ചിഞ്ചു റാണി, ചീഫ് സെക്രട്ടറി ഡോക്ടർ V വേണു എന്നിവരും കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ B അശോക് AS, ഡയറക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള AA എന്നിവരും പങ്കെടുത്തു. ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തവർക്ക് തദ്വസരത്തിൽ പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. ഈ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ കൃഷിഭവനങ്ങളിലൂടെയും പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. എറണാകുളം ജില്ലയിലെ പുതുർക്ക ഗ്രാമപഞ്ചായത്തിന്റെയും പുതുർക്ക കൃഷിഭവന്റെയും നേതൃത്വത്തിൽ GNM-JLGയുടെ ഓണം വിപണി ലക്ഷ്യമാക്കിയുള്ള ബന്ധിപ്പ് കൃഷിയുടെ ഉദ്ഘാടനം പുതുർക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ TP വർഗീസ് തൈകൾ നട്ടു നിർവഹിച്ചു. അത്തം മുതൽ പൂക്കളുടെ വിപണി തുടങ്ങുമെന്ന് JLG അംഗം ജീന ബിനു കുന്നത്ത് അറിയിച്ചു. കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയുടെ PG ഡിഗ്രി, PG ഡിപ്ലോമ കോഴ്സുകളിലേക്ക് 2024-25 അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനത്തിനായുള്ള അപേക്ഷാ തീയതി നീട്ടി. ജൂലൈ 30 വരെ നീട്ടി. വിശദവിവരങ്ങൾക്ക് www.kvasu.ac.in സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി 049362 209272 അല്ലെങ്കിൽ 209269 209270 9562367900 അല്ലെങ്കിൽ 94699414 എന്നീ ഫോണുകളിലേക്ക് ബന്ധപ്പെടുക. സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ടാറ്റ ആഗ് HD 2009 മോഡലിലുള്ള 2 കവേർഡ് ഗുഡ്സ് വാഹനങ്ങൾ നിലവിലെ സ്ഥിതിയിൽ കൊട്ടേഷൻ പരസ്യലേല വ്യവസ്ഥയിൽ പുനർലേലം ചെയ്യുന്നു. ലേലസ്ഥലം കേരള സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷൻ, പേട്ട, തിരുവനന്തപുരം.
ലേല തീയതിയും സമയവും 24/7/2024 രാവിലെ 11:30 മണിക്ക്. കൊട്ടേഷൻ സമയം 11:15 മുതൽ 11:30 വരെ സ്വീകരിക്കുന്നതാണ്. റബ്ബർ പാലിന്റെ ഉണക്കത്തൂക്കം DRD നിർണ്ണയിക്കുന്നതിൽ റബ്ബർ ബോർഡ് നടത്തുന്ന ത്രിദിന സർട്ടിഫിക്കറ്റ് കോഴ്സ് കോട്ടയത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിങ്ങിൽ NERT വെച്ച് ജൂലൈ 24 മുതൽ 26 വരെയുള്ള തീയതികളിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0481 2353 അല്ലെങ്കിൽ 7306 464582 എന്നീ ഫോൺ നമ്പറുകളിലേക്ക് ബന്ധപ്പെടുക.